ഹിന്ദുവിന് പരിഗണനയുണ്ട്. ശബരിമലയ്ക്ക് പോകുന്ന അയ്യപ്പന്മാര് വലിയ വിഷമത്തിലാ. അത് പരിഹരിക്കാൻ നമ്മുടെ ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും ഒക്കെ പ്രതിജ്ഞാബദ്ധമാണ്. എന്താ ശബരിമലയ്ക്ക് പോകുന്ന അയ്യപ്പന്റെ ഏറ്റവും വലിയ വിഷയം? ഒന്ന് വിമാനത്തിൽ പോകണം എന്നുള്ളതാണ്. ശബരിമലയ്ക്ക് പോകുന്നവന്റെ ഏറ്റവും വലിയ മോഹം ഒന്ന് വിമാനത്തിൽ പോണത്. ബസ്സൂന് എടുക്കാൻ കാശില്ലാത്തവരാ പോണത്. ആ നിലയ്ക്കൽ പമ്പ ഒന്ന് വല്ല വിടുന്ന പലരും അതാ ചോദിക്കുന്നത്. കാരണം തിരുപ്പതിയിലൊക്കെ ചെന്ന് കഴിഞ്ഞാല് തിരുപ്പതി ദേവസ്ഥാനത്തിന്റെ ബസ് നമ്മളെ താഴേന്ന് വന്ന് മുള്ളിക്കൊണ്ടുപോകും ഫ്രീ ആയിട്ട്. ഇതുപോലെ ദേവസ്വം ബോർഡ് നമ്മളെ നിലയ്ക്കൽ പമ്പ വെറുതെ കൊണ്ടുപോവാ. പാവങ്ങളായി പോണതേ. അവര് നിലയ്ക്കൽ പമ്പ ബസ്സൂലി ഒന്ന് കുറഞ്ഞു കിട്ടുമോ എന്ന് ചിന്തിക്കുന്നവരോട് പറയാം, ഏയ് നിങ്ങൾ അങ്ങനെ വിഷമിക്കണ്ട, നിങ്ങൾ വിമാനത്തിൽ വരണം. വിമാനത്തിൽ വെറുതെ വന്നാലൊന്നും പോരാ. വന്നിറങ്ങുന്നത് എവിടെയായിരിക്കണം? അത് പൈതൃക ഗ്രാമമായ ആറന്മുളയുടെ മടിത്തട്ടിൽ തന്നെ വരണം. അതിന് ഇത്തിരി പാടം പോയാലും കുഴപ്പമില്ല. വെള്ളം നിങ്ങൾ കുടിവെള്ളം കുടിച്ചില്ലെങ്കിൽ എന്താ? വിമാനം തലയ്ക്ക് മുകളിൽ കൂടി ഇങ്ങനെ പറക്കുന്നത് കാണാലോ. നമ്മുടെ ഒരു ഭാഗ്യം. അരിമണി ഒന്ന് കുറിക്കാനില്ല, കരിവളയിട്ട് കിലുക്കാൻ മോഹം എന്നാരോ പറഞ്ഞ മാതിരി വെള്ളം നീർച്ചാലുകൾ തകർത്തുകൊണ്ടായാലുമില്ല, നദി മൂടിക്കൊണ്ടായാലും വേണ്ടിയില്ല, മറ്റേ ക്ഷേത്രത്തിലേക്ക് തുടങ്ങി ഞങ്ങൾ 50 കിലോമീറ്റർ പോകണം. കാരണം ഇപ്പൊ പോകാൻ 100 കിലോമീറ്റർ പോകാൻ എത്ര സമയം വേണമോ അതിന്റെ ഇരട്ടി സമയം വേണ്ടിയും ഒരു 5 കൊല്ലം കഴിഞ്ഞാൽ റോഡുകൾ ബ്ലോക്കായി വരുന്നുകൊണ്ടിരിക്കുക. അപ്പൊ അവർക്കൊരു വിമാനത്താവളം വേണ്ടേ? ഇപ്പൊ തന്നെ ഇന്ത്യയില് 2 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിൽ കൂടുതലുള്ള ഞങ്ങളൊക്കെ കുട്ടികൾക്ക് പ്രൊജക്ട് ചോദ്യം കൊടുക്കാറുണ്ട്. വിമാനത്താവളങ്ങളുടെ മാപ്പ് കാണിച്ചുകൊണ്ട് കുട്ടികൾക്ക് ചോദ്യം കൊടുക്കാറുണ്ട്. 10ാം ക്ലാസ്സിലെ വിമാനത്താവളങ്ങൾ പഠിക്കാറുണ്ട്. 2ൽ കൂടുതൽ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളുള്ള ഏക സംസ്ഥാനമേത്? 2ൽ കൂടുതൽ അന്താരാഷ്ട്ര വിമാനങ്ങളുള്ള ഏക സംസ്ഥാനമേത്? വരുമാനത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഗുജറാത്ത് അല്ല, ജനസംഖ്യയിൽ മുന്നിൽ നിൽക്കുന്ന ഉത്തർപ്രദേശ് അല്ല, ജനസാന്ദ്രതയിൽ മുന്നിൽ നിൽക്കുന്ന ബംഗാൾ അല്ല, അത് നമ്മുടെ കൊച്ചു കേരളമാണ്. അല്ലെങ്കിൽ വലിപ്പത്തിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന മധ്യപ്രദേശും അല്ല. ഇവർക്കൊക്കെ വേണമെങ്കിൽ അർഹതപ്പെടാം. പക്ഷേ 2ൽ കൂടുതൽ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളുള്ള ഏക സംസ്ഥാനം ഈ പറഞ്ഞതൊന്നുമല്ല. വലിപ്പത്തിൽ കൂടുതലുള്ളതല്ല, ജനസംഖ്യയിൽ കൂടുതലുള്ളതല്ല, ജനസാന്ദ്രതയിൽ കൂടുതലുള്ളതല്ല, വരുമാനത്തിലോ പുരോഗതിയിലോ മുന്നിൽ നിൽക്കുന്നതല്ല. മറിച്ച് ഈ കൊച്ചു കേരളം. ഇവിടെ ഇപ്പൊ തന്നെ 3 പ്രവർത്തന സജ്ജമാണ്, പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. തിരുവനന്തപുരത്ത്, കൊച്ചി, കരിപ്പൂര്, കണ്ണൂർ നിർമ്മാണ ഘട്ടത്തിലാണ്. അപ്പോ കേരളം വിമാനത്താവളങ്ങൾക്കായിട്ടാണ് കൊടുത്തിട്ട് നമ്മൾ ഇവിടുന്ന് എങ്ങനെയും പോണ്ടി വരും. ഈ മട്ടിക്കാണെങ്കിൽ എല്ലാ നാട്ടിലും ഒരു വിമാനത്താവളം വേണ്ട. എനിക്ക് എന്റെ വീട്ടിൽ പറന്നിറങ്ങിയാൽ എന്തുണ്ട് സുഖം? ഇത്രയും കുറവ് ദൂരത്തില് മറ്റേ റോഡില് ഇത്രയും കുറവ് ഡ്രൈവ് ചെയ്ത് പോകാൻ അമേരിക്കയിൽ പറ്റൂ? 1 മാസം അതിലേക്കൊന്ന് കറങ്ങി കളിച്ച ആളാണ് ഞാൻ. പറ്റില്ല എന്നുള്ളതാണ് എന്റെ അനുഭവം. അത്യാവശ്യം ഇത്ര ദൂരെയൊക്കെ പോയി തന്നെ പ്ലെയിനിൽ കയറാനുള്ള സാഹചര്യമുള്ളൂ. റോഡ് നല്ലതായിരിക്കാം, റോഡ് വഴി പോയി തന്നെ പറ്റുള്ളൂ. വീട്ടിന് മുട്ടിന് വിമാനത്താവളങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. സ്വകാര്യ വിമാനത്തങ്ങൾ വരെയുള്ളവർ, അവർക്ക് വേണ്ടി സ്വകാര്യ വിമാനത്താവളങ്ങളുണ്ട്, അത് മുട്ടിനില്ല. സ്വകാര്യ വിമാനത്താവളങ്ങളുണ്ട്, അവിടെ പോലും ഇത്രയും സൗകര്യം അല്ലെ, ഇത്രയും വേണമെന്ന് പറയുന്ന ജനതയും ഇല്ല. ഇവിടെ ആർക്ക് വേണ്ടിയിട്ട്? ഒരു പിടി ആളുകൾ വരുന്നുണ്ടാകാം, പോകുന്നുണ്ടാകാം. അവർക്ക് വേണ്ടി ഈ നീർത്തടങ്ങളൊക്കെ തകർത്തുകൊണ്ട് ഇങ്ങനെയൊന്ന് ആവശ്യമുണ്ടോ? ഭൂമി വീണ്ടെടുക്കാൻ, അസുരൻ കൊണ്ടുപോയി നശിപ്പിക്കുന്ന ഭൂമി വീണ്ടെടുക്കാൻ അസുരനെ നിഗ്രഹിച്ച് വരാഹാവതാരമെടുത്ത് ഭൂമിയെ തേട്ടയിൽ പൊക്കിക്കൊണ്ടുവന്ന് യഥാസ്ഥാനത്ത് പ്രതിഷ്ഠിച്ച ശ്രീ മഹാവിഷ്ണുവിനെ നമുക്കറിയാം. വരാഹാവതാരമെടുത്ത ശ്രീ മഹാവിഷ്ണുവിന് ഈ ചെറുകോൽപ്പുഴ മണപ്പുറത്തിരിക്കുമ്പോൾ ഇവിടുത്തെ ഹിന്ദുവിന്റെ മനസ്സിൽ ഇന്ന് നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു വരാഹ അവതാരമാണെന്ന് എനിക്കറിയാം. തേറ്റയിൽ ഈ ഭൂമിയെ വീണ്ടെടുത്ത് കൊണ്ടുവന്ന് യഥാസ്ഥാനത്ത് പ്രതിഷ്ഠിക്കാൻ ആരൊക്കെ എന്തൊക്കെ കളി കളിച്ചാലും അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ഇതിനെ യഥാസ്ഥാനത്ത് പ്രതിഷ്ഠിക്കാൻ കഴിയുന്ന ഒരു വരാഹ അവതാരം ഇവിടെ ഇരിക്കുന്നവരുടെ മാത്രം മനസ്സിലല്ല, കേരളത്തിലെ മുഴുവൻ ആളുകളും മനസ്സിന്റെ ഉള്ളിൽ അത്തരം ഒരു വരാഹ അവതാരവുമായി നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. നിലയ്ക്കൽ സമരം പോലെ തന്നെ, നിലയ്ക്കൽ സമരം പോലെ തന്നെ കേരളത്തിലെ മുഴുവൻ ഹിന്ദുവും ഈ സമരത്തില്, ആറന്മുള പൈതൃക ഗ്രാമത്തെ സംരക്ഷിക്കാൻ വേണ്ടി ഇവിടെയുള്ള ആളുകൾ നടത്തുന്ന സമരത്തില് കേരളത്തിലെ മുഴുവൻ ഹിന്ദുവിന്റെയും കൈയെഴുത്ത് എല്ലാ വിധത്തിലുമുള്ള സാന്നിധ്യവും സഹായവും സഹകരണവും ഉണ്ടായിരിക്കും. കാരണം എല്ലാവരുടെയും മനസ്സ് നോവിപ്പിക്കുന്നതാണ്. കേരളത്തിൽ ഇത്രയും ഗംഭീരമായ ഒരു പാർത്ഥസാരഥി വിഗ്രഹങ്ങൾ വരെ ഉണ്ടായിരിക്കാം. പക്ഷെ ഇത്രയും പേരും പ്രശസ്തിയും എടുത്തുകൊണ്ട് ആ പാർത്ഥസാരഥി നമുക്ക് നട്ടൽ ഉയർത്തി തരേണ്ട ആളാണ്. അർജുനന്മാർ കരഞ്ഞു തളർന്നിരിക്കരുത് എന്ന് പറഞ്ഞ് നമ്മളെ തട്ടി ഉണർത്തേണ്ട ആളാണ് പാർത്ഥസാരഥി. ക്ലൈഭ്യം മാത്മഗമ പാർത്ഥ എന്നാ പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ ദുഷിച്ചിരിക്കല്ലേ, ക്ലൈഭ്യപ്പെട്ടിരിക്കല്ലേ, ഉത്തിഷ്ഠ ഭാരത. നമ്മളോട് ഉണർന്ന് എഴുന്നേക്കാനാ പറയണത്. പിന്നെ നമുക്ക് വഴങ്ങാൻ പറ്റുമോ? ആരൊക്കെ കളിച്ചാലും
ആദ്യം വ്യവസായ സോണായി ഇത് കേട്ടു. എന്ത് വ്യവസായ ആറന്മുളയിലുള്ളത്? നിങ്ങൾ ഈ നാട്ടുകാരാണല്ലോ. ഞങ്ങൾ അമ്മമാര് ചിലപ്പോ പരദൂഷണ വ്യവസായം ഉണ്ടാവും. അത് ചിലപ്പോ അത് ദേശഭേദമൊന്നുമില്ല. പരദൂഷണ വ്യവസായം ചിലപ്പോ. അതല്ലാണ്ട് എന്ത് വ്യവസായം? ഈ മണ്ണുമ പല്ല് പണിയെടുക്കണ പാവം ആറന്മുള കണ്ണാടിക്കാരോ? ഏത് വ്യവസായ സോണായിട്ട് അവിടെ പ്രഖ്യാപിച്ചത്? എന്ത് വ്യവസായം അവിടെ ഉണ്ട്? അപ്പൊ അവിടെ തൊട്ടേ എല്ലാം പാടി, എല്ലാ തെറ്റുകളും തിരുത്താം. തെറ്റുകൾ സംഭവിക്കാം, മനുഷ്യ സഹജം. പക്ഷെ തിരുത്തിയേ പറ്റൂ. അതുമായി മുന്നോട്ട് പോകരുത് എന്ന് തീരുമാനിക്കാൻ. കാരണം ആ എല്ലാ പൈതൃകവും സംരക്ഷിക്കപ്പെടണം. അത് എത്ര ചെറുതോ വലുതോ ആയിക്കൊള്ളട്ടെ. ഇവിടെ പുരാവസ്തുക്കൾ സംരക്ഷിക്കാൻ എന്ന പേരിൽ ചില സ്ഥലത്ത് കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ നമുക്കറിയാം. എറണാകുളത്ത് പാലിയം കുടുംബത്തിന്റേതായിട്ടുള്ള ഒരു ക്ഷേത്രമുണ്ട്, ഒരു ഭഗവതി ക്ഷേത്രമുണ്ട്. അതൊന്ന് ചെന്ന് കാണുക നിങ്ങൾ. പുരാവസ്തു ഇപ്പൊ ഉണ്ടാക്കുന്ന പുലിവാല് കാണണമെങ്കിൽ അവിടെ ചെന്നാൽ മതി. ഒരു കുന്നാണത്. അങ്ങനെ നമ്മുടെ പഴയ ദയാദാക്ഷിണ്യം വെച്ചുകൊണ്ട്, ഉദാര മനസ്സ് വെച്ചുകൊണ്ട് അത് 4 പകുത്തു കൊടുത്തിട്ടുണ്ട് ആ കുന്ന്. ആ കുന്നിന്റെ വലതുവശത്ത് ജൂത സിനഗോഗും സെമിത്തേരിയാണ്. അതിന്റെ ഇടതുവശത്ത് മുസ്ലിം ആരാധനാലയത്തിന് കൊടുക്കുന്നു. അതിന്റെ മുൻവശ ഭാഗത്ത് മറ്റേ ക്രൈസ്തവ ആരാധനാലയമാണ്. ബാക്കി മോളിൽ ചുറ്റപ്പെട്ട ഒരു ഇത്തിരി സ്ഥലമാണ് ഹൈന്ദവ ക്ഷേത്രം. അതിനാണ് ഭൂമി. ആ ക്ഷേത്രത്തിന്റെയാണ് രേഖയിൽ ഭൂമി. പക്ഷെ നമ്മൾ ഉദാര മനസ്സ് കാണിച്ച് മതേതരത്വത്തിന്റെ പേരിൽ അത് മതേതരത്വത്തിന്റെ ഭൂമിയാക്കി മാറ്റി. ആർക്കും അവിടെ ചെന്നൊന്ന് കാണാം. ഇവിടുത്തെ ഒരു പ്രഭാഷണം വേണ്ട ഹിന്ദുവിന്റെ അവസ്ഥ അവിടെ ചെന്ന് കാണണമെങ്കിൽ. അത് പുരാവസ്തുവായിട്ട് പ്രഖ്യാപിച്ചു. പുരാവസ്തുവായി പ്രഖ്യാപിച്ചതിന്റെ പേരില്, പുരാവസ്തു സംരക്ഷണത്തിന്റെ പേരിൽ ലക്ഷക്കണക്കിന് രൂപ ജൂത സിനഗോഗിന് കിട്ടി, ക്രിസ്ത്യൻ പള്ളിക്ക് കിട്ടി, മുസ്ലിം പള്ളിക്ക് കിട്ടി. അവരൊക്കെ പൊളിച്ചു കൊടുത്തു. ആ ഹിന്ദുവിന്റെ ക്ഷേത്രം ഒന്ന് ചെന്ന് കാണാം. തെടപ്പള്ളി തലയും കുത്തി താഴെ വിളിക്കുകയാണ്. നേദ്യം വെക്കാൻ പ്ലാസ്റ്റിക്കിന്റെ ഒരു ഷീറ്റ് ഇട്ട് മറച്ചിട്ട് അവിടെ നേദ്യം വെക്കുന്നു. പൂജാരിക്ക് കെട്ടി 4 ചുമര് മാത്രമായിട്ട് പൂജാരിക്ക് പാർക്കാനുള്ള വീട് കെത്താൻ പാടില്ല. പുരാവസ്തുവാ, അനക്കാൻ പാടില്ല. അത്ര തെടപ്പള്ളി കുത്തിയിട്ട് ഈ ടാർപ്പാള് മറച്ചിട്ട് അതിനകത്താണ് ഭഗവാന് നേദ്യം കൊടുക്കുന്നത്. പുറത്തുനിന്നുള്ള കാറ്റില് എല്ലാം പാറി അതിനകത്തേക്ക് വീഴും. വെറും നിലത്ത് ഒരു ടാർപ്പോളും കെട്ടി അതിനകത്ത്. ഭഗവാന്റെ മണ്ടയ്ക്ക് ശ്രീകോവിൽ എപ്പോഴാ ഇടിഞ്ഞു വീഴാന്ന് യാതൊരു നിശ്ചയമില്ല. പക്ഷെ അനക്കാൻ പാടില്ല. അത്ര പുരാവസ്തുവാണ്. പുരാവസ്തു മറ്റവർക്ക് ഗുണമായി. ലക്ഷക്കണക്കിന് രൂപ കിട്ടിക്കൊണ്ട് ജൂത സിനഗോഗിന് കിട്ടി, ക്രിസ്ത്യൻ പള്ളിക്ക് കിട്ടി, മുസ്ലിം പള്ളിക്ക് കിട്ടി. മാത്രമല്ല കൂടുതൽ സ്ഥലങ്ങൾ അവരൊക്കെ അങ്ങോട്ട് കൊണ്ടുപോവുകയും ചെയ്യും. ഇപ്പൊ പുറത്തൊക്കെ ഇറങ്ങാനും ഭാഗമില്ല ദേവിക്ക്. പടിഞ്ഞാറ് വശത്തേക്ക് സ്റ്റെപ്പുകളും താറാത്തിന് ഇറങ്ങണത്. ആ സ്റ്റെപ്പ് മൊത്തം അങ്ങ് മുസ്ലിം കബറടത്തി കുട്ടി. സ്റ്റെപ്പ് അതങ്ങ് വളർത്തിയെടുത്ത പഴയ മതിലവിടെ കിടക്കുന്നുണ്ട്. ശരിയായ മതേതരത്തിൽ എന്താണെന്ന് കാണണമെങ്കിൽ എറണാകുളത്ത് അവിടെ നിന്ന് പോയാൽ മതി. ചേന്നമംഗലം സമീപത്താണ് ഈ പാലിയം കുടുംബക്കാരുടെ ഈ ക്ഷേത്രം നിൽക്കുന്നത്. അപ്പോ പുരാവസ്തു നമുക്കിങ്ങനെ അങ്ങനെ സംരക്ഷിക്കുന്നു. ലക്ഷങ്ങൾ കൊടുത്ത് സംരക്ഷിക്കുന്നു. ഹിന്ദുവിന്റെ ആണെങ്കിൽ ഓടം നടക്കരുത്, അടുത്ത വീട്ടുകാർ കൂടി പാടില്ല എന്നാണ്. അവിടെ തൊട്ടുപുറത്ത് ഹിന്ദു വീട്ടുകാർ അവരെടുക്കാൻ പാടില്ല അത്ര വീട്, കാരണം പുരാവസ്തുവാണ്. അങ്ങനെ സംരക്ഷിക്കുമ്പോൾ എന്തേ ആലുവ പൈതൃക ഗ്രാമത്തിന് ഇത്തരം ഒരു സ്ഥിതി? ഇതേപോലെ പൈതൃകമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കൽപ്പാത്തി. വീടൊന്ന് പൊളിച്ചു പണിയാൻ പറ്റില്ല. അവിടെ വീടൊന്ന് പൊളിച്ചു പണിയണമെങ്കിൽ പ്രത്യേകമായ അനുമതി മേടിച്ചിട്ട് അവിടെ പൊളിച്ചു പണിയാൻ പറ്റൂ. അതിന്റെ ആ ഘടന മാറ്റാൻ പറ്റില്ല. വാർപ്പാക്കണമെന്ന് അവർ ആഗ്രഹിച്ചാൽ വാർപ്പാക്കാൻ പറ്റില്ല. അങ്ങനെയാണ് കൽപ്പാത്തിയെ പൈതൃക ഗ്രാമമായിട്ട് സംരക്ഷിക്കരുത്. എന്റെ ഈ പൈതൃക ഗ്രാമത്തെ മണ്ണിട്ട് മൂടുന്നത്? ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം ഇന്നല്ലെങ്കിൽ നാളെ എല്ലാവരും കണ്ടുപിടിച്ചേ മതിയാകുള്ളൂ. അപ്പൊ അതുവരെ ശക്തമായിട്ട് എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിന്ന് തന്നെ മുന്നോട്ട് പോകാനുള്ള ഇച്ഛാശക്തിയും നിശ്ചയദാർഢ്യവും ഒക്കെ നമുക്കുണ്ടാകണം. നമുക്കിവിടെ ജീവിച്ചേ പറ്റുള്ളൂ. അതിലപ്പുറമുള്ള മോഹങ്ങളൊന്നുമില്ല. ആർക്കെതിരെയുള്ള മോഹമൊന്നുമില്ല. നമ്മുടെ മതവിശ്വാസം നമ്മുടെ പൂർവികർ നമുക്ക് നൽകിയത്. അത് നമ്മൾ വലിയ അഭിമാനത്തോടു കൂടി നെഞ്ചേരുന്നു. അതുകൊണ്ടാണ് ഈ മണപ്പുറത്ത് നമുക്ക് വന്നിരിക്കാൻ പറ്റുന്നത്. നമ്മുടെ ഋഷീശ്വരന്മാർ കണ്ടെത്തിയ സത്യങ്ങൾ, കണ്ടെത്തിയ ജീവിത പദ്ധതികൾ, അതിനെ ബഹുമാനത്തോടുകൂടി ആദരവോടുകൂടി നമ്മൾ എടുക്കുമ്പോൾ മറ്റൊരാൾ അതിനെ ബഹുമാനിച്ചോളന്നില്ല. പക്ഷെ നിന്ദിക്കരുത്. അതിനുള്ള ശ്രമം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. നിന്ദിക്കരുത്, മാറ്റാനുള്ള ശ്രമം ഉണ്ടാകരുത്. അപ്പൊ നമുക്കറിയാം നരസിംഹാവതാരം എപ്പോഴാണ് ഉണ്ടാകുന്നത്? നാരായണ നാമം ചൊല്ലുന്ന നാവുകളിൽ ഹിരണ്യായ നമ എന്ന് അടിച്ചേൽപ്പിച്ചപ്പോഴാണ് തൂണ് വളർന്ന് ഭഗവാൻ പുറത്തു വന്നത്.